നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ പുതിയ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ സീരീസിലേക്കാണ് പോകുന്നത്. ശ്രീയന്ത്രയെക്കുറിച്ചും ശ്രീയന്ത്ര അഭിഷേകത്തിനെ കുറിച്ചും ശ്രീയന്ത്ര മെഡിറ്റേഷനെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് എനർജി ലഭിക്കുവാനായിട്ട്. ആ കിട്ടുന്ന എനർജി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ശ്വസനത്തിനും പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതുപോലെയാണ് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അറിവ് നേടുമ്പോൾ നമ്മൾ തിരിച്ചൊരു എനർജി ആയിട്ട് കൊടുക്കുക. അതിനാണ് നമ്മൾ പൈസ ഒരു എനർജിയാണ് നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നിങ്ങളൊരു പുതിയൊരു എനർജി അല്ലെങ്കിൽ അറിവ് നേടുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുവാൻ നിങ്ങൾ എപ്പോഴും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിന് ലൈക്ക് ചെയ്തുകൊണ്ടോ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവതയെ സ്തുതിച്ചുകൊണ്ടൊരു കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിൽ നിന്നൊരു എനർജിയാണ് തിരിച്ചു തരുന്നത്. നിങ്ങളുടെ ഒരു നോട്ടത്തിൽ പോലും ഒരു എനർജി പോകും. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് എനർജിയുണ്ട്. അതൊക്കെയാണ് പലരുടെ കണ്ണുദോഷം, പ്രാക്കുദോഷം എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ തന്നെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ വരാഹി ദേവി നമഃ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൃഷ്ണായ നമ അങ്ങനെ നിങ്ങളൊരു കമന്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലും ആ ഒരു ചിന്ത വരും. നിങ്ങളത് കമന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ ഒന്ന് ഉരുവിടും മനസ്സിൽ കൃഷ്ണായ നമഃ എന്ന്. ആ ഒരു എനർജി നിങ്ങൾക്കും ഗുണമാണ്, അത് കിട്ടുന്ന എനിക്കും ഗുണമാണ്, ഇത് വായിക്കുന്നവർക്കും ഗുണമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്കിവിടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ശ്രീയന്ത്രത്തിനെ കുറിച്ച് അതല്ലെങ്കിൽ ശ്രീചക്രത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശ്രീയന്ത്രം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ ശുഭകരവും ശക്തിമത്തവുമായ യന്ത്രങ്ങളിൽ മെയിൻ യന്ത്രമാണ് ശ്രീയന്ത്രം. നിങ്ങൾ പലരുടെയും വീടുകളിൽ കണ്ടിരിക്കാം പൂജാമുറിയിലെ ശ്രീയന്ത്രത്തിന്റെ ഒരു ഫോട്ടോ പോലെ. ഇത് എളുപ്പം മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. കുറേ ത്രികോണങ്ങളും സർക്കിളും ഒക്കെ ഉള്ള ഒരു യന്ത്രം വീടുകളിൽ വെച്ചിരിക്കുന്നത് കാണാം. അത് കോപ്പറിൽ ചെയ്യുന്നവരുണ്ട്, സിൽവറിൽ, ബ്രാസിൽ അതല്ലെങ്കിൽ സ്വർണത്തിലൊക്കെ ചെയ്തെടുക്കുന്നതുണ്ട്. എപ്പോഴും മെറ്റലിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മെറ്റലിന് എനർജിയെ പുറപ്പെടുവിക്കാനും അതേപോലെ തന്നെ സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു ശ്രീയന്ത്രം എന്ന് പറയുന്നത് ആദിപരാശക്തിയായ ശ്രീ ലളിത പരമേശ്വരി ദേവിയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ദേവിയുടെ ആവാസ സ്ഥലമായ മഹാമേരു പർവ്വതത്തിന്റെ ഒരു ചെറു രൂപമായിട്ടും ഇതിനെ സങ്കല്പിക്കുന്നുണ്ട്. അതായത് ശ്രീയന്ത്രം രണ്ട് രീതിയിൽ കിട്ടും. ശ്രീയന്ത്രത്തിന്റെ ഒരു ഫോട്ടോ പോലെ, ഞാൻ പറഞ്ഞില്ല, ഒരു ഫലകം പോലെ കിട്ടും. അതുപോലെ തന്നെ ഒരു സ്റ്റാച്യു പോലെ ഇങ്ങനെ ഒരു പർവ്വതം പോലെ ഇങ്ങനെയുള്ള ഒരു ഇതായിട്ടും കിട്ടും. ശ്രീയന്ത്രം വെക്കുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പത്തിനും ഒക്കെ നല്ലതാണ്. അതേപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും ജീവിതത്തിന് മനസ്സമാധാനം, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഐശ്വര്യം, വിജയം, സമൃദ്ധി എന്നിവയൊക്കെ നൽകുമെന്നാണ് വിശ്വാസം. അതേപോലെ ശ്രീയന്ത്രത്തിന് ശിവശക്തി സംയോഗം എന്ന ഒരു സങ്കല്പം കൂടിയുണ്ട്. താന്ത്രിക ശാസ്ത്രം അനുസരിച്ച് ശ്രീചക്രം ശിവന്റെയും ശക്തിയുടെയും സംയോജിത രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെയും പരിണാമത്തെയും ആണിത് പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ ആ ഒരു നടുക്കുള്ള ഒരു ബിന്ദുവും അതിനു ചുറ്റും 9 പരസ്പര സംബന്ധിതമായ ത്രികോണങ്ങളും ചേർന്നതാണ് ഈ ശ്രീയന്ത്രത്തിന്റെ അടിസ്ഥാന രൂപം. ഇതിന് 9 ആവരണങ്ങളാണുള്ളത്. ഈ ശ്രീയന്ത്രയില് തന്നെ 9 ഇന്റർലോക്കിംഗ് ട്രയാങ്കിൾസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് 43 സ്മോളർ ട്രയാങ്കിൾസിനെ ഉണ്ടാക്കും. ഇതൊരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജാമിതീയ രൂപമാണ്, ഒരു ജിയോമെട്രിക്കൽ രൂപമാണ് ആക്ച്വലി ഈ ശ്രീയന്ത്രം. അത് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിനകത്ത് ലോട്ടസ് ഫ്ലവറിന്റെ ലോട്ടസ് ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ശ്രീയന്ത്ര എല്ലാവർക്കും വീട്ടിൽ വെക്കാമോ എന്നൊരു സംശയമുണ്ട്. നമുക്കത് വീട്ടിൽ വെക്കാവുന്നതാണ്. ചിലത് പൂജിച്ച് വെക്കും. പൂജിച്ച് നിങ്ങൾക്ക് ഫലക രൂപത്തിലുള്ള ശ്രീയന്ത്രം വെക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ശ്രീമേരുവാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രീമേരുവിന്റെ അഭിഷേകം, ഞാൻ ഫോട്ടോസ് ഇവിടെ കൊടുത്തേക്കാം. ശ്രീമേരുവിന്റെ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അത് സാമ്പത്തിക ഉയർച്ചയ്ക്കും അതേപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം വരുവാൻ, മനസ്സമാധാനം കിട്ടുവാൻ, അതൊന്നുമല്ല നിങ്ങൾക്ക് സ്പിരിച്വലി മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്.
അതുപോലൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ശ്രീയന്ത്ര മെഡിറ്റേഷൻ ഉണ്ട്. ശ്രീയന്ത്ര ധ്യാനം എന്നത് വളരെയധികം മനസ്സിനെ ഏകാഗ്രമാക്കാനും നിങ്ങളുടെ ആന്തരിക ബോധത്തെ, അതായത് നിങ്ങളുടെ ഇന്നർ സോളിനെ നേടുവാനും സഹായിക്കുന്ന ഒരു ശക്തിമത്തായ ഒരു പരിശീലനമാണ് ഈ ശ്രീയന്ത്ര ധ്യാനം എന്ന് പറയുന്നത്. ഈ ശ്രീയന്ത്ര ധ്യാനം നിങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ഈ ഒരു ശ്രീയന്ത്രയിലെ ഊർജത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ആകർഷിച്ചെടുക്കുവാൻ സാധിക്കും. ഈ ധ്യാനം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാന്തമായി ഒരിടത്ത് തിരഞ്ഞെടുക്കുക, നട്ടെല്ല് നിവർത്തി സുഖകരമായ ഒരവസ്ഥയിലാണ് ഇരിക്കേണ്ടത്. കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരിക്കുന്നതാണ് ഉത്തമം. ശ്രീയന്ത്രം കണ്ണിന്റെ തലത്തിലായിട്ടാണ് സ്ഥാപിക്കുന്നത്. മിക്കവാറും എല്ലാവരുടെയും കയ്യിലിരുന്ന ചെറിയ മേരുവായിരിക്കും. അപ്പൊ അത് ഏതെങ്കിലും ടേബിളിലോ മറ്റോ വെച്ചിട്ട് നിങ്ങളുടെ കണ്ണിന്റെ ലെവലിൽ എത്താൻ നോക്കണം. ആദ്യം യന്ത്രത്തിലേക്ക് കുറച്ച് നേരെ ശ്രദ്ധയോടെ നോക്കുക. പ്രത്യേകിച്ച് അതിന്റെ മധ്യഭാഗത്തുള്ള ബിന്ദുവിൽ, നിങ്ങൾ ഫോട്ടോയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫോട്ടോയുടെ മധ്യഭാഗത്തുള്ള ബിന്ദുവിലേക്ക് നോക്കുക. അത് കഴിഞ്ഞ് കണ്ണുകൾ അടച്ച ശേഷം യന്ത്രത്തിന്റെ രൂപം മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒറ്റവട്ടം ബിന്ദുവിലേക്ക് നോക്കിയിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ബിന്ദു മാത്രമേ കിട്ടത്തുള്ളൂ. അത് നോർമലായ കാര്യമാണ്. കാരണം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പിനെ ഒറ്റവട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു മെമ്മറി ഒക്കെ വേണം. അപ്പോൾ അത് നോർമലാണെന്ന് മനസ്സിലാക്കുക. ബിന്ദുവിൽ തുടങ്ങി പുറമേയുള്ള ഭാഗങ്ങളിലെ യന്ത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ആവരണങ്ങളും മനസ്സുകൊണ്ട് വരയ്ക്കുന്നത് പോലെ ദൃശ്യവൽക്കരിക്കണം. അത് ആദ്യമൊന്നും സാധിക്കില്ല, പക്ഷെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് ലഭിക്കും. ധ്യാനത്തോടൊപ്പം ശക്തി മന്ത്രങ്ങളായ പഞ്ചദശി മന്ത്രമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പോലുള്ള ദേവീ സ്തുതികളോ ജപിക്കുന്നത് യന്ത്രത്തിന് ശക്തി പകരും. അതേപോലെ തന്നെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ അതല്ലെങ്കിൽ ആത്മീയമായ ആവശ്യങ്ങളോ ഓർക്കുക. നല്ലത് മാത്രം പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക. മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ധ്യാനം ചെയ്യേണ്ടത്. യന്ത്രത്തിന്റെ ഊർജം അതിലേക്ക് ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുക. അതായത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് യന്ത്രത്തിന്റെ ഊർജം വന്ന് പതിക്കുന്നതായിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് മനസ്സിന്റെ ചിന്തകളിൽ വളരെയധികം, നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വളരെയധികം റിലാക്സ് ആവും. ആൻസൈറ്റി, പേടി അങ്ങനെയൊക്കെ ഉള്ളവരാണ്, അതൊക്കെ മാറും. ശരീരത്തിലെ ചക്രങ്ങളെ ചക്രത്തിലെ ആ ഒരു എനർജി ഫ്ലോയെ ഇത് വളരെയധികം സന്തുലനാവസ്ഥയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഈ ധ്യാനം വഴി ശ്രീദേവിയുടെ അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൽ സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് വർദ്ധിച്ചു വരും. ശ്രീയന്ത്രയുടെ അഭിഷേകം നിങ്ങൾക്ക് ചെയ്യാം. ശ്രീയന്ത്രം ശുദ്ധീകരിക്കുവാനും അതിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും അഭിഷേകം ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഒരു സാധനത്തില്, അത് പ്രത്യേകിച്ച് പൂജാമുറിയിലൊക്കെ വെക്കുന്ന മെറ്റലായിട്ടുള്ള യന്ത്രങ്ങളില് അങ്ങനെയുള്ളതിലൊക്കെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെക്കുന്ന സ്റ്റോൺ, നമ്മളുടെ രുദ്രാക്ഷമാല അങ്ങനെയുള്ള മാലകളിലൊക്കെ തന്നെ വീടിനുള്ളിൽ നിൽക്കുന്ന നെഗറ്റീവ് എനർജികളും മറ്റും വന്ന് കയറണം. പുറത്തുനിന്ന് വരുന്നവരിൽ നിന്നൊക്കെ കിട്ടുന്ന എനർജികളൊക്കെ അത് കയറി അത് അശുദ്ധമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അഭിഷേകം ഡെയിലി ചെയ്യുന്നത്. അമ്പലത്തിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതും എല്ലാം തന്നെ ഇതേപോലൊരു കൺസെപ്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ഈ ഒരു അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ശ്രീയന്തയിലേക്ക് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ വരും. ആ ചിന്തകളൊക്കെ തന്നെ ഈ ഒരു യന്ത്രയിലേക്ക്, നമ്മളൊരു എനർജി എക്സ്ചേഞ്ച് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്നുള്ള എനർജി അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ചിന്തകളുടെ എനർജികൾ ചിലപ്പോൾ അവിടെ ചെന്ന് സ്റ്റാഗ്നേറ്റ് ആയിട്ടിരിക്കുകയും അത് മാറുവാനായിട്ട് ഈ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അഭിഷേകം ചെയ്യുന്നത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അഭിഷേകത്തിനായിട്ട് ശുദ്ധമായ ജലം വേണം. അതിനേക്കാളൊക്കെ ഉപരി ഗംഗാജലമാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മളുടെ ഷോപ്പിലാണെങ്കിൽ വരാഹി സൂത്രയില് നമ്മൾ ഗംഗാജലം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീയന്ത്രയും അത് മേരുവായിട്ടുള്ള ശ്രീമേരുവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാവുന്നതാണ്. അപ്പൊ അഭിഷേകത്തിനായിട്ട് ഗംഗാജലം, പാല്, തൈര്, തേൻ, നെയ്യ്, പഞ്ചസാര എന്നിവയുടെ പഞ്ചാമൃതം, ചന്ദനം, കുങ്കുമം, പുഷ്പങ്ങൾ, ധൂപം, ദീപം എന്നിവയാണ് നമ്മൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ശുദ്ധീകരിച്ച് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ വിളക്ക് കത്തിക്കും ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ ശുദ്ധീകരിച്ച സ്ഥലത്ത് ഈ ശ്രീയന്ത്രം ഒരു തളികയിലോ പീഠത്തിലോ ആണ് സ്ഥാപിക്കേണ്ടത്. തറയിൽ വെക്കാൻ പാടില്ല. അതിനുശേഷം യഥാവിധി പാല്, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര എന്നിവ യഥാക്രമം ശ്രീയന്ത്രയിൽ അഭിഷേകം ചെയ്യണം. ഓരോ അഭിഷേകത്തിന് ശേഷം ശുദ്ധജലം കൊണ്ട് കഴുകി തുടച്ചു മാറണം. അതായത് ഓരോന്നൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി തുടച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ അഭിഷേക സമയത്ത് ശ്രീ സൂക്തമോ ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാളയെ പ്രസീദ പ്രസീദ ശ്രീ
ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമ പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. ഏറ്റവും അവസാനം ശുദ്ധമായ ജലം കൊണ്ട് കഴുകുക, അല്ലെങ്കിൽ ഗംഗാജലം കൊണ്ട് കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് പുതിയ പീഠത്തിൽ സ്ഥാപിക്കുക. വൃത്തിയുള്ള തുണി എന്ന് പറയുന്നത് പൂജാമുറിയിൽ ഉപയോഗിക്കാൻ മാത്രമായിട്ട് വെക്കേണ്ട തുണിയാണ്. അലങ്കാരമായിട്ട് ചന്ദനവും കുങ്കുമവും ചാർത്തി പുഷ്പങ്ങൾ അർപ്പിക്കാം. ദീപം തെളിയിച്ച് ധൂപം കാട്ടിയിട്ട് നിങ്ങൾക്ക് ആരതി ഒഴിഞ്ഞ് പൂജ നിർത്താവുന്നതാണ്. ശ്രീയന്ത്രം എപ്പോഴും കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുന്നതാണ് ഉചിതം. അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും വൃത്തിയുള്ളതും ശുദ്ധമുള്ളതുമായിരിക്കണം. അതുപോലെ അഭിഷേകം ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചവിട്ടാത്ത സ്ഥലത്ത്, എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, ചവിട്ടാത്ത സ്ഥലത്തായിട്ടാണ് ഉപേക്ഷിക്കേണ്ടത്. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് പോലൊക്കെ തന്നെ വളരെയധികം ഫലം തരുന്ന ഒന്നാണ് ഈ ശ്രീയന്ത്ര മെഡിറ്റേഷനും ശ്രീയന്ത്ര അഭിഷേകവും ഒക്കെ. പിന്നെ ഒരു കാര്യം, ഈ ഒരു കാര്യങ്ങളൊന്നും എല്ലാവരിലേക്ക് എത്തപ്പെടത്തില്ല. ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഫുൾ വീഡിയോ കാണാത്തത്, ഇതിനകത്ത് ഒരാളോ രണ്ടാളോ കണ്ടാലായി. ഈ രണ്ടാള് കാണുന്നുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കും ശ്രീദേവിയുടെ വിളി എത്തിയവരാണെന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉൾവിളി ഉണ്ടാകണം എന്നൊക്കെ പറയത്തില്ലേ, ദേവിമാര് നമ്മൾക്ക്, നമ്മൾ ചെന്ന് കാണുന്നതും ദേവി നമ്മളെ തിരഞ്ഞെടുക്കുന്നതും രണ്ടാണ്. അപ്പം നമ്മളെ ദേവി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് സ്വയം ഇത് വന്നു ചേരും. അപ്പം നിങ്ങൾ ഇത് വീഡിയോ ഫുള്ള് കണ്ട് ഈ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ വിളിയുണ്ട്. അപ്പോൾ ശ്രീയന്ത്ര മെഡിറ്റേഷൻ നിങ്ങൾ തുടങ്ങണം. ഇത് തുടങ്ങുന്നതിന് മുമ്പിട്ട് നിങ്ങളൊരു ഗുരുവിൽ നിന്നും ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിന് മുന്നിട്ടായിട്ട് അത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. താങ്ക് യു. ഓം ശ്രീമാത്രേ നമഃ.